ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോണേ. അതിന് വേണ്ടിയിട്ട് ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്, മീനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നെയ്മീൻ ചൂരയെ, അത് നെമ്മീൻ ചൂര എടുത്ത് വെച്ച് എല്ലാം വൃത്തിയാക്കി വെച്ചേക്കുന്നതേ. ഒരിടത്തരം ചൂര, ഒരു 3/4 കിലോ എല്ലാം ക്ലീൻ ചെയ്ത് വന്നിട്ട് ഒരു 1/2 കിലോ 3/4 കിലോയ്ക്ക് അടുത്തുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മസാല പുരട്ടാം. മീനിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കേ. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഈ മീന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ്. ഇനി ഇതിനകത്ത് ഒരു അരമുറി നാരങ്ങാ നീര്, കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്ത് ഈ മീനിട്ട് അരപ്പേർത്ത് നമുക്ക് വെക്കാം. അധികം ഈ മത്തി അങ്ങനെയുള്ള മുള്ളൊക്കെ ഉള്ള മീൻ വെച്ച് ഏത് മീനും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അയില, ഇപ്പം നമ്മുടെ കയ്യിൽ ഏതാ മീനുള്ളത് അത് വെച്ചുണ്ടാക്കാം. നമ്മുടെ ഈ മീനിനകത്തൊക്കെ മസാല നല്ലതുപോലെ പുരട്ടിയിട്ടുണ്ടേ. ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, ഒത്തിരി നേരമൊന്നും വെക്കണ്ട. നമ്മളിപ്പോൾ ഇതൊക്കെ മസാല ഉള്ളിയൊക്കെ വഴറ്റത്തില്ലേ, ആ സമയം മാത്രം മതി. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചോറ് വേവിക്കണ്ടേ. അപ്പം ഞാൻ എടുത്തേക്കുന്ന കൈമേരിയെ, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ച് ഊറ്റിയെടുക്കാനുള്ളത്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇത് ഞാൻ 3 ഗ്ലാസ് കൈമേരി എടുത്ത് വെച്ചേക്കേ. ബാസ്മതി അരി ഏത് ബാസ്മതി അരിയിലും ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് കഴുകിക്കൊണ്ട് വിട്ടെ. ഇത് കഴുകിയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അളന്ന് വെച്ചേക്കുന്നതേ ഉള്ളൂ. നമുക്ക് അരി വെള്ളം തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കേ. ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, അത് ഈ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ ഉള്ളിയും വെളുത്തുള്ളി വലുതും ചെറുതും എല്ലാം കൂടെ ആയിട്ടൊരു 10-12 എണ്ണം ഉണ്ടേ, അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് കുറച്ച് മല്ലിയില, ഇതിനകത്ത് ഒരു തണ്ട് കറിവേപ്പില, ഇതിനകത്ത് പുതിനയില. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിനകത്ത് ഇടത്തരം 3 തക്കാളി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതൊന്ന് നല്ലതുപോലെ അടിച്ചെടുത്തുകൊണ്ട് വരെ.
നമ്മുടെ അരിയുടെ വെള്ളം തിളച്ചില്ല, തിളയ്ക്കാറായി വരുന്നു. ഇതിനകത്ത് ഒരു 5 ഏലക്ക, ഒരു ചെറിയൊരു കഷ്ണം പട്ട, 1 അല്ല 2 ചെറുത്, പിന്നെ ഒരു 4 ഗ്രാമ്പു. ഇനി ഇതിനകത്തൊരു ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കേ. എന്നിട്ട് ഈ കുറച്ചുപ്പ്, ഈ ചോറിന് ആവശ്യമുള്ള ഉപ്പ് ഒന്ന് തിളയ്ക്കട്ടെ. നല്ല തിളച്ചിട്ട് വേണം അരി ഇട്ട് കൊടുക്കേണ്ടത്. ഈ അടുപ്പ് കത്തിച്ചിട്ട് ഇതിനകത്ത് നമുക്ക് മീൻ വറുത്തെടുക്കാം. മീൻ വറുക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു പാട്ടം വന്നാൽ മതി, അധികം അങ്ങ് വറുക്കണ്ട. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. നമ്മുടെ എണ്ണ ചൂടായി. ഇതിനകത്ത് ഈ മസാല ചേർത്ത് വെച്ചേക്കുന്ന മീനില്ലേ, ഇതിനകത്ത് ഇട്ട് കൊടുക്കേ. ഇത് മീനിട്ട് കഴിഞ്ഞിട്ട് തീ കുറയ്ക്കണേ. ഇതിങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കേ. നമ്മുടെ വെള്ളം നല്ല തിളച്ച് ഇതിനകത്ത് ഈ കഴുകി വെച്ചേക്കുന്ന അരിയില്ലേ, ഇതിനകത്തിട്ട് കൊടുക്കുക. നമുക്കിതാണ്ട് പ്രഷറൊന്നും ചെയ്യുന്നില്ലേ, ഇത് വെറുതെ അടച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇതൊരു 3/4 വേവ്, 90% നമുക്ക് വേവിച്ചത്. നമ്മുടെ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തീ തീരെ കുറച്ചായിട്ടേക്കുന്നേ. ഇനി ഇതുപോലെ 1 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മളെ ഫിഷ് അപ്പുറം ഇപ്പുറം റെഡി ആയിട്ടുണ്ടേ. ഓരോ മിനിറ്റ് വെച്ചിട്ട് കൊടുത്താൽ ഞാൻ എന്താ ഗ്യാസ് ഓഫ് ആക്കുക. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ചട്ടി വെക്കാം. ഗ്യാസ് കത്തിച്ച് കൊടുക്കേ. ഇപ്പം ചൂടാവും. ചോറ് നോക്കേ. ആ ചോറ് നല്ല വെന്തിട്ടുണ്ട്. ഞാൻ ഒന്ന് വാർത്തുകൊണ്ട് വിട്ട് ഗ്യാസ് ഓഫാക്കി നമുക്കിതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാട്ടോ. എണ്ണ ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായി അതിനകത്തോട്ട് 2 വലിയ സവാള, സവാള വലുതായിട്ടൊന്ന് ഫ്രൈ ഒന്നും ആവരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇനി ഇതിനകത്ത് ഒരു 4 പച്ചമുളക്, അല്ല 4 പച്ചമുളക്, 3 പച്ചമുളക് ഇതൊന്ന് വാടട്ടെ. പച്ചമുളക് ഉള്ളി ഒന്ന് വാടി കിട്ടട്ടെ. നമുക്കിതിനകത്ത് 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കേ. ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. നമ്മുടെ ഉള്ളി വാടിയേ, ഇത്രയും വാടിയാൽ മതിയേ. ഇനി ഇതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നിങ്ങളുടെ എരിക്കനുസരിച്ച് നമുക്ക് 1/2 ഒക്കെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇതിന് കുറച്ച് ഉപ്പ്, നമ്മളെല്ലാത്തിലും ഉപ്പിട്ടിട്ടുണ്ട്. മീൻ വറുക്കുന്നതിന് ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ ചോറിന് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് വേണം കറിക്ക്. ഇതെല്ലാം ഒന്ന് വഴന്നിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വെച്ചേക്കുന്ന പേസ്റ്റ് ഇല്ലേ അതിനകത്ത് ഒഴിച്ചു കൊടുക്കേ. ഇതിനകത്ത് ഈ പേസ്റ്റാക്കി വെച്ചേക്കുന്നില്ലേ മല്ലിയിലയും പുതിനയിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അതെല്ലാം അതിനകത്ത് ഒഴിച്ചു കൊടുക്കേ. ഇതിനകത്ത് കിടന്നൊന്ന് ഇതിൻ്റെ പച്ച മണം ഒന്നും മാറണം. ഇതൊക്കെ പച്ച മണം മാറി വരുന്നേ. ഇനി ഇതിനകത്ത് ഒരു 3/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കേ. ഇനി ഇതിലോട്ട് നമ്മൾ മിക്സി കഴിയ വെള്ളമില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഉപ്പ് നോക്കണം. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന മീനില്ലേ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കട്ടെ. ഉപ്പൊന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ മീനിൻ്റെ അരപ്പ് തിളക്കേ. ഇനി ഇതിനകത്തോട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന മീനില്ലേ ഇതിനകത്തോട്ടിട്ടോ തീ ഒന്ന് കുറച്ച് കേട്ടെ. ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിൽ നമ്മൾ ചോറ് ഇട്ട് വെച്ചേക്കുന്നില്ലേ ഇത് ഇടയ്ക്കിടയ്ക്ക് പവിയെടുക്കട്ടെ. നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചേക്കുന്ന ചോറില്ലേ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടേ. ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള ചോറിനോട്ട് ഇട്ട് കൊടുക്കാം. തീരെ കുറയ്ക്കാം. ഇതിൻ്റെ പുറത്ത് ഞാൻ നെയ്യും എണ്ണയും ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. തീ എപ്പോഴും കുറഞ്ഞാട്ടിരിക്കേണ്ടത്. ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിനകത്ത് കുറച്ച് മല്ലിയില, അത് കുറച്ച് പുതിനയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. തീ നല്ല കുറച്ചിട്ടേക്കാം. ഒരു മീനും വേവും ചോറും ബാക്കി വേവാനുള്ളത് വേവും. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ.
നമ്മുടെ ബിരിയാണി നോക്കേ, ഏത് പരുവായെന്ന് നോക്കാം. ഒരു 5 മിനിറ്റായി. ഓ, എന്നാ മണം വരുന്നറിയാവോ. ഇനി അങ്ങനെ എടുക്കുന്ന മീൻ പൊടിയോ. ഇത് നോക്കിയേ, അടിയിലെങ്ങും പിടിച്ചിട്ടില്ല. ഞാൻ ഗ്യാസ് ഓഫാക്കേ, അത് മറന്നുപോയി. ഓക്കെ, ഞാനൊരു പ്ലേറ്റിലോട്ട് എടുക്കാം. ഓക്കെ, നമ്മുടെ മീനൊക്കെ കണ്ടില്ലേ നമ്മളെ ഫിഷ് ബിരിയാണി. അപ്പം ഇതുപോലെ ഇത് നമ്മളെ നമ്മളെ മീൻ കറി വെക്കത്തില്ല, ആ സമയം കൊണ്ട് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ആ സമയം, പക്ഷേ ഇപ്പം ഞാനിത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. അല്ലെങ്കിൽ ആ സമയം കൊണ്ട് നമുക്ക് നല്ല കറിയും ആവും ചോറും ആവും. അപ്പോൾ അടിപൊളി ടേസ്റ്റിലൊരു ഫിഷ് ബിരിയാണി. അപ്പോൾ അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.